മുൻ എം.എൽ.എ. പി.വി. അൻവറിന്റെ ആലുവ എടത്തലയിലെ വിവാദ ഭൂമി ഇടപാടിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്താൻ വിജിലൻസ്. പഴയ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 2006-2007 കാലഘട്ടത്തിൽ വിവാദ ഭൂമി പോക്കുവരവ് ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. രജിസ്റ്ററിൽ മുൻ ഉടമയുടെ പേരും ഓൺലൈൻ രേഖകളിൽ പി.വി. അൻവറിന്റെ പേരും വന്നത് എങ്ങനെയെന്നും അന്വേഷണ പരിധിയിലുണ്ട്. സഹിൻ ആന്റണിയുണ്ട് വിശദാംശങ്ങളുമായി. സഹിൻ, ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പരിശോധനയൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഈ അന്വേഷണ പരിധിയിലുള്ളത്? ഒപ്പം ഏതൊക്കെ വഴിക്കാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? അതിന് കൂടുതൽ രേഖകൾ പിടിച്ചെടുക്കാൻ തന്നെയാണ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. പി.വി. അൻവറിന്റെ വിവാദ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2006-2007 കാലഘട്ടങ്ങളിൽ പോക്കുവരവ് നടത്തിക്കൊടുത്ത ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം തന്നെ വിജിലൻസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു. അന്നുണ്ടായിരുന്ന രജിസ്ട്രാർ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, ഈ വിവാദ ഭൂമി ഏത് ഘട്ടത്തിലാണ് പി.വി. അൻവറിന്റെ പേരിലേക്ക് മാറിയത് എന്നുള്ളതാണ് വിജിലൻസ് പരിശോധിക്കുന്നത്. പ്രധാനമായും 2014 രേഖകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും രജിസ്ട്രിയിൽ മുൻ ഉടമയുടെ പേരും ഒപ്പം തന്നെ ഓൺലൈനായിട്ട് പി.വി. അൻവറിന്റെ പേരുമാണ് കിടക്കുന്നത്. അത് 2014 ഓൺലൈനിലായതോടുകൂടി അത് മാറ്റുകയായിരുന്നു. അതിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ. മാത്രമല്ല, പി.വി. അൻവർ ഈ 11 ഏക്കർ ഭൂമി തന്റെ പേരിലേക്ക് പോക്കുവരവ് നടത്തിയപ്പോൾ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം വിജിലൻസ് പരിശോധിക്കുകയാണ്. എടത്തല പഞ്ചായത്തിലെ മുഴുവൻ രേഖകളും ഇത് സംബന്ധിച്ചുള്ള മുഴുവൻ രേഖകളും വിജിലൻസ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം തന്നെ പിടിച്ചെടുത്തിരുന്നു. കൂടുതൽ രേഖകൾ കണ്ടെത്താനുള്ള ഒരു നീക്കമാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അക്കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ എല്ലാം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തന്നെയാണ് വിജിലൻസിന്റെ തീരുമാനം. എന്തായാലും വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട ആളുകളെയും ഒപ്പം തന്നെ പഞ്ചായത്ത് ഓഫീസിൽ 2006-2007 കാലഘട്ടങ്ങളിൽ ജോലിയെടുത്തിരുന്ന ആളുകളെയും വിജിലൻസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് ഈ ചോദ്യം ചെയ്യൽ നീളുകയാണ്. മാത്രമല്ല, അതിവേഗത്തിലാണ് വിവാദ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുൻപ് വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥർ വിവാദ ഭൂമി സന്ദർശിക്കുകയും അവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുടെ അളവ് തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി റവന്യൂ റിക്കവറി വിഭാഗത്തിനടക്കം വിളിച്ചു വരുത്തി അതിൻ്റെ അളവുകളെല്ലാം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പോക്കുവരവ് നടത്തിയത് മാത്രമല്ല അവിടെ പരിശോധിക്കുന്നത്, ഈ കെട്ടിടത്തിൽ, ആ ഭൂമിക്കകത്തുള്ള കെട്ടിടത്തിന് രജിസ്റ്റർ നമ്പർ കിട്ടിയതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. അപ്പോൾ നിയമലംഘനം കാര്യമായി തന്നെ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വിജിലൻസിൻ്റെ പ്രാഥമികമായ കണ്ടെത്തൽ. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആതിര. ശരി, സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.